ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് വലിയ ആഘോഷ പെരുമയിലാണ് വിശ്വാസി സമൂഹം. ഈ പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കുക? സുരേഷ്, ഏകദേശം 30 ദിവസം, ഒരു മാസം നീണ്ടു നിന്ന വ്രതശുദ്ധിയുടെ പരിസമാപ്തിയിലേക്ക് അവരെത്തുകയാണ്, വിശ്വാസികൾ എത്തുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു സന്തോഷം, ആഹ്ലാദം, പെരുന്നാൾ ആഘോഷവും ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി പൊന്നാനിയിലാണ് ഔദ്യോഗികമായി മാസപ്പിറവി കാണുകയും ഇന്ന് പെരുന്നാളാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് സംസ്ഥാന വ്യാപകമായുള്ള ഇമാമുമാരും അവരുടെ സംഘടനകളും യോഗവും ഒക്കെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓരോ പള്ളികളിലും ഈദ്ഗാഹ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് ഈദ്ഗാഹുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. പാളയം ഇമാം VP ഷുഹൈബ് മൗലവി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഈദ്ഗാഹിന് ഔദ്യോഗികമായി നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. വിവിധ പൗരപ്രമുഖർ ഉൾപ്പെടെയുള്ളവരും ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുക്കും. ഇപ്പോൾ നിലവിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹുകൾ ആരംഭിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തിന്റെ ഭാഗങ്ങളിൽ, വിവിധ ഭാഗങ്ങളിലും ഈദ്ഗാഹുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 7:50 കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഈ ഈദ്ഗാഹിന്റെ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും വിശ്വാസികൾ അവരുടെ വ്രതശുദ്ധി, ഒപ്പം തന്നെ അവരുടെ നോമ്പ് അതെല്ലാം കഴിഞ്ഞു റംസാന്റെ ഒക്കെ തന്നെ അവസാനം കുറിച്ച് ചെറിയ പെരുന്നാളിലേക്ക് അവർ കടക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോമ്പ് തുറയും ഇഫ്താർ വിരുന്നും ഒക്കെ ആയി നടന്ന വിശ്വാസികളൊക്കെ തന്നെ അവരുടെ ആ ഒരു നോമ്പ് തീരുന്നതിന്റെ, അല്ലെങ്കിൽ ആ ഒരു ആഘോഷം തീരുന്നതിന്റെ ദിവസം പള്ളികളിലെത്തി നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയായി സമയം കണ്ടെത്തുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ മുസ്ലിം ജനതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ മൈതാനികൾ കേന്ദ്രീകരിച്ചും പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അവരുടെ ഒരു സന്തോഷ നിറവാണ്. ഒപ്പം തന്നെ വ്രതശുദ്ധിയുടെ ദിവസങ്ങളാണ്. അതിനൊരു ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളും അതിൻ്റെ ഒരു അവസാനം കുറിക്കൽ ചടങ്ങുകൾ കൂടിയായി ഈദ്ഗാഹുകൾ മാറുകയാണ്.